മണ്ണ് കണ്ടപ്പോ എന്തേ മാമാട്ടിക്ക് താഴെ ഇറങ്ങണം. നല്ല ബഹളമായിരുന്നു. പിന്നെ അവസാനം അപ്പൂസ് താഴെ ഇറക്കി കുറച്ചു നേരം മണ്ണിൽ പിച്ച് വെച്ച് നടത്തിച്ചിട്ടാ. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നേ, കൊടിയൊക്കെ ഏറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു പോയതാണ്. ഇന്ന് അമ്പലത്തിൽ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നേ. നമ്മളത് കുറച്ചു നേരം നിന്ന് കണ്ടു. നമ്മുടെ അമ്പലത്തിലെ 2 ദേവിമാരാണ്. 2 പേർക്കും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ഭദ്രാമയും ദുർഗാമ്മയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇവിടെ ഇരിക്കുന്നത് ഭദ്രാമയാണ്, ഇവിടെ ഇരിക്കുന്നത് ദുർഗാമ്മയും. നമുക്കറിയാവുന്ന ഒരാൾക്കാരുടെ കടയുണ്ടായിരുന്നോണ്ട് അവിടെ കയറി ഒരു കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ച ശേഷം നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് തന്നെ താലപ്പൊലി വരുന്നുണ്ടായിരുന്നു കേട്ടാ. മാമാട്ടിനെ പിടിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ താലം എടുക്കാൻ പോവാഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഞാനും പോയേനെ. കാരണം എനിക്ക് താലപ്പൊലിക്ക് താലം എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടു താലപ്പൊലിക്ക് ഇതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാ വർഷവും. പക്ഷെ ഇത്തവണ നമ്മൾ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ച്. കാരണം കഴിഞ്ഞ തവണ 8 മണി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ ചെന്നതെന്നും പറഞ്ഞ് നമ്മുടെ ചെണ്ടക്കാരെ അകത്തോട്ട് കയറ്റിയിട്ടില്ലായിരുന്നു. അത് അമ്പലത്തിന്റെ ഒരു റൂളായിരുന്നു കേട്ടോ, അങ്ങനെ കയറ്റരുതെന്നുള്ളത്. പക്ഷെ നമുക്ക് കുംഭകടം ഉള്ളത് കൊണ്ട് എത്രയൊക്കെ വിചാരിച്ചാലും മാക്സിമം 7:30-8 മണിയൊക്കെ ആകും താലം ഇറങ്ങുമ്പോഴേക്കും. 7 ദിവസവും 5 ദിവസവും ഒക്കെ വ്രതം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കുംഭകടമൊക്കെ എടുക്കുന്നത്. സത്യത്തിൽ ഒരുപാട് സങ്കടമുണ്ട് ഇത്തവണ താലം ഇറങ്ങുമ്പോഴേക്കും ഗരുഡനും നല്ലൊരു ചെണ്ടകെട്ടും ഇല്ലാതെ ഇറങ്ങുന്നത് ഓർക്കുമ്പോ.